എന്താണ് കുറിപ്പ്? കാറിനകത്തിരുന്ന് കളഞ്ഞത്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല, വേണ്ട, ഞാൻ വരുന്നില്ല. തന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നതാ. ആ പത്മപ്പെണ്ണിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോ തന്നെ എന്നെ അറിയിക്കും. വാസ്തവത്തിൽ ആ പെണ്ണിനെ കണ്ടെത്താൻ സാധിക്കാത്തതിലും അപ്പുറം ഞാൻ പേടിക്കുന്നത് മറ്റൊരാളെയാ. ആര്? തന്റെ മകൻ അർജുനെ. അർജുൻ? അതെ. കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാ. അന്ന് ചിലപ്പോ അവള് രഹസ്യമായിട്ട് കോടതിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സിനിമ സ്റ്റൈൽ എൻട്രി. അങ്ങനെ അവള് വന്നാ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അർജുൻ വീണ്ടും ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ച കാര്യങ്ങൾ കൈവിട്ടു പോകും. അതാണ് എന്റെ പ്രശ്നം. തന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ദേവൾക്കും. ഏതായാലും അർജുന്റെ കാര്യത്തിൽ ഇനി തനിക്കൊരു ടെൻഷൻ വേണ്ട. അവന്റെ കാര്യത്തിൽ ഞങ്ങൾ പരസ്പരം ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും. എന്ത് ധൈര്യം? താൻ ഇതിനു മുൻപും ഇതുപോലെ പല ഉറപ്പുകളും അവന്റെ കാര്യത്തിൽ തന്നിട്ടുള്ളതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് ഇല്ല കുറുപ്പേട്ട, ഒന്നും സംഭവിക്കില്ല. ഇക്കുറി അർജുന്റെ കാര്യത്തിൽ കുറുപ്പേട്ടന് ഉറപ്പ് തരുന്നത് ഞാനാ. നാളെ അർജുൻ കോടതിയിൽ എത്തില്ല, അതെന്റെ വാക്കാ. വിശ്വസിക്കാവോടോ വക്കീലേ? 100% വിശ്വസിക്കും. താൻ ചെല്ല്. എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അതെ, എന്റെ കൊച്ചിന്റെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാതെയാ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അതിനിടെ അർജുന്റെയും അഭിയുടെയും ആ പെരുമാറ്റവും കൂടി ആയപ്പോ എനിക്ക് എന്നെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. താൻ എന്നോട് ക്ഷമിക്കണമെന്നായിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ലട കുറിപ്പ്. ശരിക്കും തന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? അതെ, അർജുൻ കാട്ടിയ നന്ദിയേടിന് ശരിക്കും ഞങ്ങളാ കുറുപ്പേട്ടനോടും കുടുംബത്തോടും മാപ്പ് പറയേണ്ടത്. ഏതായാലും താൻ ധൈര്യമായിട്ട് ചെല്ലും. ഇത്തവണ കോടതിയിൽ അഞ്ജലിയെ സഹായിക്കാൻ അർജുൻ വരത്തില്ല. ഇതെന്റെ അല്ല, ഈ നിൽക്കുന്ന നന്ദിനിയുടെ വാക്കാ. വിശ്വസിക്കാം. വിശ്വസിച്ചു. പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി.